Hi everyone, time is 5 o'clock right now and we're starting for Nandi Hills. Jimal is getting ready. She's putting her socks. Okay, and Jiju and Divya are sleeping, so we're going to wake them up before we leave. Today we're going to Nandi Hills. Let's see how the place is and we'll keep you posted. നമ്മളിപ്പോൾ നന്ദി ഹിൽസിൻ്റെ എൻട്രൻസിൽ വെയിറ്റ് ചെയ്യാണ്. അതാണ് എൻട്രൻസ്. ഇപ്പം അവിടെ ഒരു പറയുന്ന ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു. ലാൻഡ് സ്ലൈഡ് കാരണം എല്ലാം ബ്ലോക്ക് ആയിരിക്കുക. ഇനി ഒരു 2 മാസത്തിന് ഫുൾ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാം ബ്ലോക്ക് ആയിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഒരു കോഫി ഓർഡർ ചെയ്ത് തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പൊ നമ്മള് രാവിലെ 4 മണിയൊക്കെ ആയപ്പോ എണ്ണീറ്റിട്ട് നമ്മൾ റെഡിയായി ഇവിടെ നന്ദി ഹിൽസിൽ എത്തി. പക്ഷെ ഇവിടെ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ എവിടെ പോയാലും ഇപ്പം ക്ലോസ്ഡ് ആണ്. അപ്പം നമ്മള് നന്ദി ഹിൽസ് കണ്ടോ. പക്ഷേ നല്ല രസമായിരുന്നു അത് കേട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ ചെറിയ ഒരു മല കാണാം. പിന്നെ കുറെ ക്ലൗഡ്സ് അല്ല മഞ്ഞ് കാണാൻ പറ്റും. നല്ല ഭംഗിയായിരുന്നു തോന്നുന്നു. എന്തായാലും കാണാൻ പറ്റിയില്ല. ഇനി നമുക്ക് എവിടെ കബൻ പാർക്ക് അവിടേക്ക് പോവാം. ഇനി അവിടെ എന്താവോ എന്തോ. എന്നാലും കൊറോണ കാരണം നമുക്ക് ഇങ്ങനത്തെ ഉള്ള സ്പോട്ടുകളെല്ലാം മിസ് ചെയ്തു. ഇതിപ്പോൾ കൊറോണ കാരണമല്ല, ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ടായിരുന്നു 2 വീക്സ് മുൻപ് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അതുകൊണ്ടാണ് ഇപ്പം ക്ലോസ് ആക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചായ കുടിച്ച് വീണ്ടും യാത്രയാവണം, തിരിച്ചു പോവുകയാണ്. ഓക്കെ, ഇവിടെ നിന്നൊരു 42 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, ഇവിടെ പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. 2 സൈഡും യൂക്കാലിപ്റ്റസ് മരങ്ങളുണ്ട്. നല്ല രസമുണ്ടല്ലേ. നല്ല സ്പോട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ. എനിക്ക് എടുക്കായിരുന്നു. നമുക്ക് ആരെടുത്തു തരാനാ? അവർക്ക് എടുത്തു തരാനാണ്. ഇനി ബാംഗ്ലൂരിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മാപ്പിനകത്ത് പോലെയാണ്. നമ്മൾ മാപ്പ് നോക്കിയിട്ടാണ് ഫുൾ പോകുന്നത്. ഇവിടെ ഫുൾ ഒത്തിരിയും റോഡ് എന്താ പറയുന്നത്, ഫ്ലൈ ഓവറോ ഡീവിയേഷൻ ഫ്ലൈ ഓവർ ആണ്. നമ്മൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്തിട്ടാണ് തോന്നുന്നു വന്നത് കേട്ടോ. അതുകൊണ്ടാണോ എന്തോ ഞാനിവിടെ എക്സ്പെക്ട് ചെയ്തിട്ട് വന്ന ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കാണാന്. പക്ഷെ ഇവിടെ വന്നപ്പം ഇവിടുത്തെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് വലിയ ഒത്തിരി ഒന്നും കാണാനൊന്നുമില്ല. എന്തുവാ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കുറെ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. കുറെ ടൗണിൽ കൂടെ നമ്മളിങ്ങനെ പോയി. പിന്നെ ഇനി അറിയാൻ വയ്യാത്തോണ്ടാണോ എന്നറിയില്ല. പിന്നെ ഇവിടെ എന്താ കുറെ റോഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. നമ്മുടെ ഈ മാപ്പിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താ കുറെ ഫ്ലൈ ഓവേഴ്സ് ഉണ്ട്. പിന്നെന്താ കുറെ ബ്രിഡ്ജസും. അപ്പോൾ ഈ ഡീവിയേഷൻ കാണിക്കുമ്പോൾ നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ, ഏത് റോഡിലോട്ടാ കയറണ്ടേ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ അങ്ങനെ കറങ്ങി കുറേ ടൈം പോയി, കുറേ പെട്രോൾ വേസ്റ്റായി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി റോഡാണ്, ഇങ്ങനെ കുറേ ലെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് എല്ലാം അങ്ങ് റോഡുകളാണ്. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കും എന്തോ. നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായി റോഡ്. നമ്മളിപ്പോൾ ഒരു തവണ പോയാൽ നമുക്ക് എങ്ങോട്ടാ പോകണ്ടേന്നുള്ളത് കൺഫ്യൂഷനാവും. അപ്പോൾ ഓടിക്കുമ്പോൾ നോക്കി ഓടിക്കുക. പക്ഷെ അത് എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല.
പിന്നെ രാത്രിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പുറം ഇപ്പുറം ഈ റോഡ് സൈഡിന്റെ അപ്പുറം ഇപ്പുറം 2 മരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിങ്ങനെ നടക്കാനൊക്കെ നല്ല രസം കേട്ടോ. ജസ്റ്റ് നടക്കാം. പക്ഷെ ഈ കുഞ്ഞ് ഈ എന്താ പറയുക ഉള്ളിലോട്ടുള്ള റോഡുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അത് അങ്ങനെ സേഫ് അല്ലെന്നൊക്കെയാ പറഞ്ഞത്. ആലിവേസിലൊക്കെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ അത്ര സേഫ് അല്ല രാത്രിയിൽ. പിന്നെ മെയിൻ റോഡൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും ഇവിടെ അധികം അങ്ങനെ ഇറങ്ങി നടക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഇന്നൂടെ ഉള്ളൂ നമ്മുടെ ബാംഗ്ലൂരിൽ. പിന്നെ എന്നിട്ട് നമ്മൾ നാളെ ഹൈദരാബാദിൽ പോവും. നാളെ രാവിലെ പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ നമ്മൾ വാങ്ങിച്ചതല്ല എന്തുവാ നമ്മുടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കട്ടൻ കാപ്പിയും പിന്നെ അതിന് വേറെ എന്തൊക്കെയാ പേര്, എക്സ്പ്രസോ അല്ലേ? എക്സ്പ്രസോ. പിന്നെന്താ കുറെ വെജിറ്റബിൾസ് എല്ലാം കൂടെ അരിഞ്ഞ് കുറെ ചീസും ഒക്കെ ഒഴിച്ച് എല്ലാം ഇങ്ങനെ വേറെ വേറെ പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതല്ലാതെ നമ്മള് നാട്ടിൻപുറത്തുകാർക്ക് ഇച്ചിരി കപ്പയും ഇച്ചിരി ചോറും ഒക്കെ ഇച്ചിരി പഴങ്കഞ്ഞിയും ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മള് ഹാപ്പി. നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഒന്നും പിടിക്കത്തില്ലെന്നേ അല്ലേ? അതെ, കുറച്ച് കപ്പയും കുറച്ച് പഴങ്കഞ്ഞിയും അതെ അത് കഴിച്ചാലേ നമുക്ക് വയറ് നിറയത്തുള്ളൂ. ഓക്കെ. പിന്നെ ഫുഡൊക്കെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡുണ്ട്. പിന്നെ ഫുഡീസിനൊക്കെ ആണെങ്കിൽ നല്ലതാണ്. രാവിലെ 5 മണിക്ക് എണീറ്റതിൻ്റെ ആയിരിക്കാം എൻ്റെ മുഖത്താണെങ്കിലും അതുപോലെ എൻ്റെ സംസാരത്തിനാണെങ്കിലും ഞാൻ നല്ല ഉറക്കത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കും കുറച്ച് നീണ്ടു പോയത് എൻ്റെ സംസാരം. അതിന് നിങ്ങൾ ക്ഷമിക്കുക. ഇനി ഞാൻ അത്ര നീട്ടത്തില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിപ്പോൾ കബൺ പാർക്കിലെത്തി. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ജോഗിങ്ങിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചു ഇവിടെ ക്ലോസ്ഡ് ആണെന്ന് കേട്ടോ. അവിടെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ക്ലോസ്ഡ് ആണെന്ന്. ഹലോ, ഇതാണ് കുബോൺ പാർക്ക്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നല്ല അപ്പുറം നോക്കി നല്ല ഗ്രീനറിയാണ്. പിന്നെ ഇവിടെ എല്ലാവരും ഇങ്ങനെ മെഡിറ്റേഷന് പിന്നെ ജോഗിങ് ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല ഫ്രഷ് എയറാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ 8 മണി ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ് എയർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല വെതർ, ഒത്തിരി ഗ്രീനറി ഉണ്ട്, ഗാർഡൻസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ബേർഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ടൈപ്പ് ഓഫ് ബേർഡ്സ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ എപ്പോഴും പാർക്ക്. യു ക്യാൻ കം ആസ് എ ഫാമിലി ആൻഡ് യു ക്യാൻ എൻജോയ്. സോ everybody should check out Cubbon Park at Bangalore. It's almost 100 acres. ഒരു അപ്പച്ചൻ ബ്ലഡ് സർക്കുലേഷൻ ആയിരിക്കും കയ്യിലിട്ട് അടിക്കുന്നതല്ലേ. ഒരാളവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നു. കുറേ കുട്ടികൾ അവിടെ ബോൾ കളിക്കുന്നു. എന്ത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലേ. So these are the birds of Cubbon. Another bird here in Cubbon Park. It's a rare species. You will not find this anywhere else.
ഓക്കെ ഗൈസ്, നമ്മൾ സെയിൻറ്റ് മാർക്സ് കത്തീഡ്രലിലോട്ട് പോവുകയാണ്. ഹായ് എവരിവൺ, ഇതാണ് സെയിൻറ്റ് മാർക്സ് കത്തീഡ്രൽ. ഇപ്പോൾ അടച്ചേക്കുവാണ്, അതുകൊണ്ട് സാറ്റർഡേസ് അടച്ചേക്കുവാണ്. കത്തീഡ്രൽ ഇപ്പോൾ അടച്ചേക്കുവാണ്. സാറ്റർഡേ അടച്ചേക്കുവാണ്, സൺഡേസ് മാത്രമേ ഓപ്പൺ ആകത്തുള്ളൂ. പഴയ പള്ളിയാണ്, 1901 പണിഞ്ഞ പള്ളിയാണിത്. Was raised in 1808 and enlarged in 1901 when the nave was heightened and the choir and sanctuary added on the right. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറുകയാണ് റെസ്റ്റോറൻറ്റിൽ. രാവിലെ പൂരിയും ദാലും ചമ്മന്തി. ഇതാണ് ബാംഗ്ലൂരിലെ പൂരിയും ഡാലും ചമ്മന്തി. ഹലോ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചർച്ച് സ്ട്രീറ്റ് റോഡിലാണ്. ചർച്ച് സ്ട്രീറ്റ് ഇവിടുത്തെ റോഡൊക്കെ കണ്ടില്ലേ, ടൈൽസ് കൊണ്ടിട്ടാണ് കേട്ടോ. ടൈൽസ് വെച്ചിട്ടാണ്, മീൻസ് എന്താ സ്റ്റോൺ ടൈൽസ് ആണിത്. സ്റ്റോൺ ടൈൽ റോഡ്സ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് അങ്ങ് സ്റ്റോൺ ടൈൽ റോഡ്സ് വെച്ച് അങ്ങ് പോവുകയാണ്. സ്റ്റോൺ ടൈലാണ്. Now we are at Cubbon Park again. There is a garden. There is a beautiful garden. There's some kind of a sculpture made from wood. You know some tricks? Yeah, ask him to shake hand. Rocky, shake hand. Hey, shake Rocky, shake hand, boy. Shake hand. Rocky, shake hand. I guess he's tired. You can show him. You can. Second, mera. Rock, shake it. Yeah, both of them, let's go. Jaldi, let's go. Rocky, sit. You want to do it? Huh? Yeah, he's tired. He's very friendly. Yeah, actually. Rottweiler, no? Let's go like this. അപ്പം നമ്മൾ കബ്ബൺ പാർക്കിൽ പോയിട്ട് നമ്മളിപ്പോൾ ലാൽബാഗ് പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇനി ഓപ്പൺ ആണോ എന്തോ. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അതെ, ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ. എനിക്ക് ഈ ബാംഗ്ലൂരിൽ ആ കൂടെ ഞാൻ കേട്ടിട്ടുള്ള ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. എല്ലാവർക്കും അറിയായിരിക്കും. ഞാനത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ബാക്കി പ്ലേസസൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പം ഇപ്പം നമ്മൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ലാൽബാഗ്. ഓക്കെ, അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഒരു ലേക്കാണ് ഉള്ളത്. ഇതിന് ചുറ്റും നടക്കുവാണ്. ഇതിന് വട്ടത്തെ ചുറ്റും നടക്കാം. പിന്നെ ഇവിടെ ഫുൾ പരുന്തായിട്ടതോ. ആ പറന്ന് നടക്കുന്നുണ്ടോ? ഇത് ഞാൻ പറന്ന് നടക്കുന്ന മൊത്തം പരുന്താണ്. ഒരാള് വടിയും പിടിച്ചെന്ന് നടപ്പുണ്ട്. ഒരു വടിയും കൈ കിട്ടിട്ടുണ്ട്. ഇത് ഈ എരുമേനെ നടത്താൻ വേണ്ടി.
ദൈവമേ എന്താ പറ്റിയ എന്താ ലാൽബാഗി വന്നപ്പോഴത്തേക്ക് ഭ്രാന്തായിരുന്നു. ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. കുറേ റോഡാണ് അങ്ങോട്ട്. അവിടെ അപ്പുറം ഇപ്പുറം കുറേ ഇങ്ങനെ ട്രീസും ഇതൊക്കെ ഉള്ളതേ ഉള്ളൂ. മടുത്തോ? ബെഞ്ച് ഇരിക്കരുത്, ഇവിടെയൊക്കെ പാമ്പുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ റിസ്കിൽ ഇരിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അത് ചിലപ്പോൾ അകത്തേ ആയിരിക്കും അല്ലേ? എന്താ പറയാനുള്ളത് പറ. ഇപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഒത്തിരി നടന്നു, ക്ഷീണിച്ചു. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തോ ഒത്തിരി മരങ്ങളുണ്ട്, ഒത്തിരി വെജിറ്റേഷൻ ഉണ്ട്, പിന്നെ വലിയൊരു ലേക്കുണ്ട്. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ടൈം എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലിയോട് വരുവാണെങ്കിൽ. പക്ഷേ ഇതിനെക്കാട്ടിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കബൺ പാർക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. അഡൽട്ട്സ് ആണെങ്കിൽ 30 റുപ്പീസാണ്. പക്ഷെ ഇതിനെക്കാട്ടിലും നല്ലത് കബൺ പാർക്കായിരുന്നു. അവിടെ കബൺ പാർക്കിൽ മൊത്തം നടന്ന് നമ്മൾ ക്ഷീണിച്ചു. പിന്നെ ഇനി ഇവിടെ നടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. ഇനി അങ്ങോട്ടെല്ലാം ഈ ഒരു വ്യൂ ആണ് ഇനിയുള്ളത്. പക്ഷെ കൊള്ളാം, ഒരു കാം ആൻഡ് ക്വയറ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു സിറ്റിക്കുള്ളിൽ ഇത്രയും നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊന്ന് എന്താ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ലാൽബാഗ് എന്ന് പറഞ്ഞാൽ കപ്പിൾസ് വന്നിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും. എല്ലായിടത്തും ഉണ്ട്, കപ്പിൾസ് ഇരിക്കുന്ന ഒരു സ്ഥലമാണെന്നാണല്ലോ അറിയപ്പെടുന്നത്. പക്ഷെ ഇവിടെ ഫാമിലീസ് ഉണ്ട്. നമ്മൾ ലാൽബാഗിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. 12:30 സമയം. അപ്പോഴാണ് ഇന്നലെ എന്താ കേരള സ്റ്റൈൽ ഫുഡൊന്നും കഴിച്ചില്ല. ഇന്നലെ ഉച്ചയ്ക്കും ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം നമുക്ക് കേരള സ്റ്റൈൽ ഫുഡ് നമ്മൾ തിരിച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റ് മാപ്പ് നോക്കിയപ്പം മലബാർ ബേ എന്ന് പറയുന്ന ഒരു മലയാളി ഹോട്ടലാണോ? കേരള ഹോട്ടലാണ്. ഓക്കെ, അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫുഡ് നമുക്ക് നോക്കാം. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ലാൽബാഗിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഹായ്, ഇപ്പം നമ്മൾ മലബാർ ബേ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. കേൾക്കാമോ? ഞാൻ ഓർഡർ ചെയ്തത് ഊണാണ്. നല്ല കേട്ടോ, നല്ല ടേസ്റ്റിയാണ്, ഇഷ്ടപ്പെട്ടു, സൂപ്പർ. ഓർഡർ ചെയ്തത് എന്താ? ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി. നല്ല ചിക്കൻ ബിരിയാണിയാണ്, നല്ലതായിട്ടുണ്ടാക്കി. ഇതാണ്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ജിജുവിൻ്റെയും ദിവ്യയുടെയും ഫ്ലാറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ബാക്കി ഒന്നും എടുക്കാനുള്ളൊരു ത്രാണി നമുക്കില്ലായിരുന്നു. ത്രാണി മീൻസ് അറിയാമല്ലോ, നമ്മൾ ഭയങ്കര ടയേർഡായിപ്പോയി. ഒത്തിരി കുറേ നടന്നായിരുന്നു ഇന്ന്. അതുകൊണ്ട് ഒത്തിരി ടയേർഡായി. അപ്പം നമ്മളിനിയും ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ഫ്ലാറ്റിൻ്റെ വെളിയിലേക്ക് ഒന്ന് നടന്ന് ചുറ്റി കണ്ടിട്ട് ഇത് ഞങ്ങൾ വീണ്ടും ഉറങ്ങാനായിട്ട് പോവുകയാണ്. കാരണം നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഹൈദരാബാദ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ. അപ്പോൾ ഗുഡ് നൈറ്റ്.